അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു പോസ്റ്റ് വർഷം തോറും ശഅബാൻ 15 ആവുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യമൊക്കെ അതിന് സജീവത കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ ബോധ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത്തരക്കാർക്ക് ബോധ്യപ്പെടുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ വർഷം അത്ര സജീവമല്ല, പലരും ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും FBയിലൊക്കെ ചിലരെങ്കിലും വളരെ കുറച്ച് ഇതൊക്കെ ആരെങ്കിലും പൊടി തട്ടിക്കൊണ്ടുവന്ന് പോസ്റ്റാറുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചെറിയ വിശദീകരണം നൽകുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഈ വിഷയത്തിൽ കൊടുത്ത ഫത്വ, ഇവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു വിഷയത്തിൽ രണ്ട് വിധത്തിലൊക്കെ ഫത്വ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കാറുണ്ട്, നമുക്കറിയാം. അത് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളും, ഇവരുടെ ഫതാവകളിൽ ഈ വിഷയത്തിൽ കൊടുത്ത ഫത്വ, ഇതിനെ അവലംബമാക്കിയാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യാറുള്ളത്. ഇതിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വയെ ആധാരമാക്കി ഫത്വ കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇവിടെ ശഅബാൻ 15 നോമ്പ് ഏത് നിലക്ക് നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാമും ഈ വിഷയത്തിൽ ശഅബാൻ 15 നോമ്പ് ഏത് നിലക്ക് സുന്നത്താകും എന്ന ചർച്ചയിൽ രണ്ട് അഭിപ്രായം പറഞ്ഞു. അതിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ അഭിപ്രായം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഫത്വ കൊടുത്തു. ഏത് നിലക്ക്? അത് ശഅബാൻ 15 അന്ന് അയ്യാമുൽ ബീറിന്റെ സുന്നത്ത് നോമ്പ് എന്ന നിലക്ക് സുന്നത്ത് ആയിട്ട് നോൽക്കുകയാണ് വേണ്ടത് എന്ന ഫത്വ. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ കൊടുത്ത ഫത്വ, അത് കൊടുക്കുകയാണ്. ആ ഫത്വ അങ്ങനെ തന്നെ ആധാരമാക്കി കൊടുക്കുകയാണ് കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മഹാനായ ഇമാം റംലി തങ്ങൾ ഫത്വ റംലിയിൽ പറഞ്ഞതെന്താ? ബഹുമാനപ്പെട്ടവരോട് ചോദ്യം, ഏത് നിലക്കാണ് അവിടെ സുന്നത്താകുന്നത്? ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു മാജ തങ്ങളെ തൊട്ട് വന്ന ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ആ ഹദീസ് ആധാരമാക്കി തെളിവാക്കിക്കൊണ്ട് ഫഅജാബ ബിഅന്നഹു യുസന്നു സൗമു നിസ്ഫു ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതിയിലുള്ള, അതായത് 15 അന്നുള്ള നോമ്പ് സുന്നത്താണ്. അപ്പൊ ശഅബാൻ 15 സുന്നത്ത് എന്ന നിലക്ക്, ബറാഅത്തിന്റെ ദിവസം ശഅബാൻ 15 സുന്നത്ത് എന്ന നിലക്ക് സുന്നത്താണ് എന്ന് ഇബ്നു മാജ തങ്ങളെ തൊട്ട് വന്ന ഹദീസ് തെളിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ ഫതാവ റംലിയിൽ പറഞ്ഞ ഇബാറത്തുമുണ്ട്. അത് വെച്ചും പണ്ഡിതന്മാർ ഫത്വ കൊടുക്കാറുണ്ട്. ഇതിനെ തള്ളുകയോ ഇത് പാടില്ല എന്നോ പറയുകയോ പറഞ്ഞിട്ടുമില്ല ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ കൊടുത്ത ഫത്വ അത് കൊടുക്കുകയാണ് കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ട് നിലക്കാണെങ്കിലും ആ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്ത് തന്നെയാണ്. ഏത് നിലക്കാണ് അവിടെ സുന്നത്താവുന്നത്? അയ്യാമുൽ ബീദ് എന്ന നിലക്കാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ കൊടുത്ത ഫത്വ കൊടുക്കുകയാണ് കണ്ണിയത്ത് ഉസ്താദ് ചെയ്തത്. എന്നാൽ കണ്ണിയത്ത് ഉസ്താദ് ഇമാം റംലിയെ തള്ളുകയോ ഇമാം റംലിയുടെ ഫത്വയെ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെയൊന്നും അത് പറഞ്ഞിട്ടുമില്ല. ആ വിഷയത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഫത്വ കൊടുക്കുകയാ ചെയ്തത്. എന്നാൽ ഇമാം റംലിയെ നിഷേധിക്കാൻ പറ്റുമോ? തള്ളാൻ പറ്റുമോ? ഇവർക്ക് വഹാബികൾക്ക് പോലും തള്ളാൻ പറ്റില്ല. 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം റംലി എന്ന് KM മൗലവി സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ തന്നെ. ആ 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് ഇവർ തന്നെ പറഞ്ഞ് ഇമാം റംലി തങ്ങൾ ഫതാവ റംലിയിൽ പറഞ്ഞതോ അത് സുന്നത്താണ്. ശഅബാൻ 15 നോമ്പ് അന്നിലക്ക് തന്നെ സുന്നത്താണ് എന്ന് ഇബ്നു മാജ തങ്ങളെ തൊട്ട് വന്ന ഹദീസ് തെളിവാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതടിസ്ഥാനത്തിലും നമ്മുടെ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കാറുണ്ട്. അതടിസ്ഥാനത്തിൽ ആ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഈ അഭിപ്രായത്തിൽ രണ്ടഭിപ്രായം വെച്ചും സുന്നത്തായി തന്നെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കാറുണ്ട്. രണ്ടും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ, സുന്നികൾ നോമ്പെടുക്കാറുള്ളത്. രണ്ട് നിലക്കാണെങ്കിലും നോമ്പ് സുന്നത്താണ് എന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവർ തന്നെ അംഗീകരിക്കുന്ന ഇമാം റംലി തങ്ങൾ
ശഅബാൻ മാസത്തിന്റെ 15ന്റെ നോമ്പ് എന്ന നിലക്ക് തന്നെ സുന്നത്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക.